വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാത്ത സർക്കാർ നടപടിയിൽ ഇൻഫാം സംസ്ഥാന അസംബ്ലിയിൽ പ്രതിഷേധമിരമ്പി. പാറത്തോട് മലനാട് ഡെവലപ്മെന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഇൻഫാം സംസ്ഥാന അസംബ്ലി ഇൻഫാം ദേശീയ രക്ഷാധികാരി മാർ റെമീജോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വനം മന്ത്രി രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. വന്യമൃഗ ആക്രമണം രൂക്ഷമായ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ നിലവിളി സർക്കാരും വനവകുപ്പും കേൾക്കുന്നില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാത്ത സർക്കാർ നടപടി അപലപനീയമെന്ന് ഇൻഫാം മുൻ ദേശീയ രക്ഷാധികാരി മാർ മാത്യു അറക്കൽ സമാപന സന്ദേശത്തിൽ വ്യക്തമാക്കി. വന്യജീവി ആക്രമണം തടയുന്നതിൽ വനവകുപ്പ് തികഞ്ഞ പരാജയമെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ. ഇൻഫാം സംസ്ഥാന അസംബ്ലിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സത്വരമായ ഇടപെടൽ നടത്തണമെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ കൂട്ടിച്ചേർത്തു. ക്രിയാത്മകമായ നടപടികളെടുത്ത് മനുഷ്യജീവനും സ്വത്തിനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ കേരളം മുഴുവൻ സമരപരിപാടികളുമായി ഇൻഫാം മുന്നിട്ടിറങ്ങുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട് അറിയിച്ചു. വന്യമൃഗ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ച് നാട്ടിലിറങ്ങി മനുഷ്യജീവന് അപകടം വരുത്തുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ ഉടനടി സ്വീകരിക്കണമെന്ന് ഇൻഫാം കേരള സംസ്ഥാന അസംബ്ലി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ഇൻഫാം ഉത്തരമേഖല, മധ്യമേഖല, ദക്ഷിണമേഖല കാർഷിക ജില്ലകളുടെ റിപ്പോർട്ട് അവതരണവും ഇൻഫാം സംഘടനയുടെ ശാക്തീകരണ നടപടികളും വരും വർഷത്തിൽ ഇൻഫാം നടപ്പിലാക്കുന്ന കാർഷിക ക്ഷേമ പദ്ധതികളും അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ഷിക്കിന ന്യൂസ്, കോട്ടയം.